കൊയിലാണ്ടിയുടെ ചരിത്ര രേഖപ്പെടുത്തുന്ന ഈ ഉദ്യമത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു. എല്ലാവർക്കും കൊയിലാണ്ടി താലൂക്കിലെ മനുഷ്യർ കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് ഉത്തര കേരളത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വളർച്ചയിൽ മഹത്തായ പങ്ക് വഹിച്ചൊരു ജനവിഭാഗമാണ്. പ്രധാനമായ ഒരു കാർഷിക മേഖലയായ കൊയിലാണ്ടി താലൂക്ക് കർഷക പ്രസ്ഥാനത്തിൻ്റെയും സാമൂഹിക മുന്നേറ്റങ്ങളുടെയും മഹത്തായ രംഗവേദിയായി പുതിയ കാലത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം മുന്നേറാൻ കൊയിലാണ്ടി താലൂക്കിലെ ജനങ്ങൾ എപ്പോഴും കാണിച്ചിട്ടുള്ള ഉത്സാഹം ശ്രദ്ധേയമാണ്. പ്രവാസ ജീവിതത്തിൻ്റെ നടുവിലും കൊയിലാണ്ടി താലൂക്കിലെ ജനങ്ങൾക്കിടയിൽ ഒരു ആരെടുപ്പമുള്ള കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള പരിശ്രമത്തിൽ കൊയിലാണ്ടി NRI ഫോറത്തിന് എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ആശംസ. തൊട്ടടുത്തുള്ള അയൽക്കാരാണ് വടകര താലൂക്കുകാർ. വടകര താലൂക്കിൽ NRI ഫോറത്തിൻ്റെ ഉദ്ഘാടനം ഞാനായിരിക്കും. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ NRI ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഖേന വടകര താലൂക്കിൻ്റെ നാനാഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും വടകര ആശുപത്രിയിൽ ഉണ്ടായ പുരോഗതിയെപ്പറ്റി നല്ലവണ്ണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. പരസ്പരമുള്ള ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലും പല പ്രദേശങ്ങളിലെ ആളുകളെ തമ്മിൽ കൂട്ടിക്കിടക്കുന്നതിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും പണതുക വർദ്ധിക്കുന്നതിലും അത്യാവശ്യം വന്നാൽ ഓടിയെത്താനുള്ള ഒരു സ്നേഹം നിറഞ്ഞ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിലും ഇത്തരം കൂട്ടായ്മകളുടെ പങ്ക് വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, കൊയിലാണ്ടി താലൂക്ക് NRI ഫോറം കൊയിലാണ്ടി താലൂക്കിൽ നിന്നുള്ള പ്രവാസികളായ എല്ലാവരുടെയും നാനാതരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും അവർക്കെല്ലാം മാതൃകാപരമായ പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന ഒരു മനുഷ്യ കൂട്ടായ്മയുടെ ശക്തിമത്തായ വേദിയായി മാറട്ടെ എന്ന് കൊയിലാണ്ടി NRI ഫോറത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ഞാൻ ആദ്യമായി ആശംസകൾ നേരുകയാണ്. കൊയിലാണ്ടിയിലെ മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് NRI സുഹൃത്തുക്കൾ കൊയിലാണ്ടി NRI ഫോറം എന്ന നിലയ്ക്ക് പ്രവർത്തനം ആരംഭിച്ചതെന്നുള്ളത് തന്നെ കൊയിലാണ്ടിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, കൊയിലാണ്ടി നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള, ലോകത്ത് അറിയപ്പെടുന്നൊരു പ്രദേശം കൂടിയാണ്. കൊയിലാണ്ടിയുടെ തെക്ക് ഭാഗത്താണ് വാസ്കോ ഡി ഗാമ കപ്പലിറങ്ങുന്നത്. വാസ്കോ ഡി ഗാമ വന്നിറങ്ങിയ കാപ്പാട് മുതൽ കൊയിലാണ്ടിയുടെ വടക്ക് ഭാഗത്ത് കോട്ടക്കൽ കുഞ്ഞാലിമരക്കാരുടെ കോട്ടക്കൽ വരെയുള്ള 30 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന കടലോരം 13-14 നൂറ്റാണ്ടുകളിൽ വിദേശ വ്യാപാരികളുടെ പ്രധാന കച്ചവട കേന്ദ്രം കൂടിയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പോർച്ചുഗീസുകാർക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടന്നപ്പോൾ പോർച്ചുഗീസുകാരെ തുരത്തി ഓടിക്കാൻ കുഞ്ഞാലിമരക്കാർമാരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വലിയ യുദ്ധങ്ങൾ, അതൊക്കെ തന്നെ ഇന്നും ചരിത്ര പ്രസിദ്ധമായി നിലനിൽക്കുകയാണ്. ഇന്നും എല്ലാവരെയും ആകർഷിക്കുന്ന വെള്ളിയാങ്കല്ലും കൊല്ലം പാറപ്പള്ളിയും കാപ്പാട് കടത്തീരവും ഇരിങ്ങൽ കുഞ്ഞാലിമരക്കാർ കേന്ദ്രവും ഒക്കെ തന്നെ ടൂറിസം ഭൂപടത്തിൽ തന്നെ വലിയ സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് NRI സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു സംരംഭത്തിന് മുന്നോട്ട് വന്നത് എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോഴാണെങ്കിൽ കൊയിലാണ്ടിയിൽ ഒരു ഫിഷിംഗ് ഹാർബർ അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. 40 കോടി രൂപ ചെലവ് വരുന്ന ഫിഷിംഗ് ഹാർബറിൻ്റെ പണി 2010 അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത്. ഏഷ്യയിലെ ഏറ്റവും വലിയ പുലിമുട്ടുകളായിരിക്കും ഈ ഹാർബറിൻ്റെ ഭാഗമായി ഉണ്ടാക്കാൻ പോകുന്നത്.
പുലിമുട്ടിൻ്റെ പണി ഏകദേശം പകുതിയോളം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ നിരവധി വിഷയങ്ങൾ, കഥകളി, ചേലിയ കഥകളി വിദ്യാലയവും പൂക്കാട് കലാലയവും ഒക്കെ തന്നെ കൊയിലാണ്ടിയുടെ പ്രധാനപ്പെട്ട PT ഉഷയുടെ നേതൃത്വത്തിലുള്ള ഉഷാ സ്കൂളും ഒക്കെ തന്നെ കൊയിലാണ്ടിക്കാർക്ക് എന്നും ഓർക്കാനുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളായി ഉയർന്നു വന്നിരിക്കുന്ന അവസരത്തിലാണ് NRI സുഹൃത്തുക്കൾ കൊയിലാണ്ടി NRI ഫോറം എന്ന നിലയ്ക്ക് പ്രവർത്തനം ആരംഭിച്ചതെന്നുള്ളത് തന്നെ കൊയിലാണ്ടിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. കൊയിലാണ്ടി പട്ടണത്തെപ്പറ്റിയും കൊയിലാണ്ടി പരിസര പ്രദേശങ്ങളെ സംബന്ധിച്ചും NRI ഫോറം ഒരു വെബ്സൈറ്റ് ഇറക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. കൊയിലാണ്ടിയുടെ വികസന കാഴ്ചപ്പാടുകളും ഇന്ന് വളർന്നു വന്നിട്ടുള്ള കൊയിലാണ്ടിയെ സംബന്ധിച്ചും ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് അറിയാൻ കഴിയുന്ന രീതിയിൽ വളരെ വിപുലമായിട്ടാണ് ഈ വെബ്സൈറ്റ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചരിത്രപരമായി സമ്പന്നമാണ് കൊയിലാണ്ടി. വളരെ വലിയ പൈതൃകം ഈ കൊയിലാണ്ടിക്കുണ്ട്. കൊയിലാണ്ടിയുടെ വളർച്ചയിൽ നാഴികക്കല്ലായി മാറിയിട്ടുള്ള ഒരുപാട് മഹാരഥന്മാർ കൊയിലാണ്ടിയുണ്ട്. അവരെല്ലാം കൊയിലാണ്ടിക്കാരാണെന്ന് ലോകത്തിന് മുമ്പിൽ അറിയിക്കാനും അവരുടെയെല്ലാം സേവനത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊയിലാണ്ടി മുന്നേറിയത് എന്നുള്ളതും കൊയിലാണ്ടിയുടെ മാറ്റം വേഗതയിൽ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രചോദന കേന്ദ്രമായി ഈ വെബ്സൈറ്റ് മാറും. നഗരസഭയെ പോലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സമർപ്പിക്കപ്പെട്ടാൽ കൊയിലാണ്ടിയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ആധികാരികമായി തന്നെ കൊണ്ടുവരാൻ കഴിയും. അത്രയും സൗകര്യങ്ങളോടുകൂടി ഉണ്ടാക്കുന്ന വിവര സാങ്കേതിക വിദ്യയുടെ അനന്തമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദേശത്തുള്ള നമ്മുടെ നാട്ടുകാർ, കൊയിലാണ്ടിയെ സ്നേഹിക്കുന്ന നാട്ടുകാർ, അവർ മുൻകൈയെടുത്ത് NRI ഫോറം ഉണ്ടാക്കി ആ ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിരറ്റ അഭിമാനബോധത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. എല്ലാ വിജയങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. കൊയിലാണ്ടി NRI ഫോറം ഒരു പുതിയ വെബ്സൈറ്റ് തുടങ്ങുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. കൊയിലാണ്ടിയുടെ ചരിത്രവും കൊയിലാണ്ടിയുടെ ചരിത്രത്തെ പറ്റിയും കൊയിലാണ്ടിയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ അന്യദേശങ്ങളിലുള്ളവർക്ക് അറിവ് പകരാൻ ഈ വെബ്സൈറ്റ് സഹായിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരൊരു വെബ്സൈറ്റ് തുടങ്ങുമ്പോൾ മനുഷ്യരിലുള്ള സാംസ്കാരിക അവബോധം ഉയർത്തുക മാത്രമല്ല, നമ്മുടെ സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് അതീതമായി ഒരു സർവ്വലോക മനോലയം ഉണ്ടാക്കാനുള്ള ശ്രമം കൂടി നടക്കണം. നമ്മൾ കൊയിലാണ്ടിയിൽ ബേസ്ഡ് ആണെങ്കിൽ പോലും എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട്. തീർച്ചയായും ഇങ്ങനെ ഇത്ര വെബ്സൈറ്റുകൾക്ക് അങ്ങനെ ഒരുപാട് സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ലോകത്തോ ആഗോള ഗ്രാമമാണ്, അപ്പോൾ ലോകത്തോളം വളരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കൊയിലാണ്ടിക്കാണെങ്കിലും വളരെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യമുണ്ട്. ചരിത്രത്തെക്കുറിച്ച് പറയാം. അപ്പോൾ വാസ്കോ ഡി ഗാമയുടെ ചരിത്രം പറഞ്ഞ് നമ്മുടെ പ്രസിദ്ധമായ കൊല്ലം, വളരെ പഴയ തുറമുഖമുള്ള കൊല്ലം, പന്തലായനി, ഇബ്നു ബത്തൂത്ത പന്തലായനിലൂടെ കടന്നുപോയിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം സമ്പന്നമായൊരു സാംസ്കാരിക പാരമ്പര്യമുള്ള പൈതൃകമുള്ള നാടാണ് നമ്മളുടേത്. അപ്പോൾ നമ്മുടെ നാടെന്ന് മാത്രമല്ല, ഇവിടെയുള്ള ജനങ്ങളുടെ വികാരങ്ങളെ, ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിത രീതികളെക്കുറിച്ച്, നമ്മളെ സാംസ്കാരിക മുദ്രകളെക്കുറിച്ച്, സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചൊക്കെ മറ്റുള്ളവന് ബോധ്യം വരുന്ന വിധത്തിലുള്ള പരിപാടികൾ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. തീർച്ചയായും ഒരു മനുഷ്യനുള്ള സഹിഷ്ണുതയും ഇത്തരം പരിപാടികൾ സാധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെനിക്ക് തോന്നുന്നു. സഹിഷ്ണുതയും അന്യോന്യ ധാരണയും സ്നേഹവും കാരുണ്യമൊക്കെ വളർത്തിയെടുക്കുന്ന വിധത്തിൽ ഉള്ള പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഈ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങിപ്പോവാതെ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ മതിൽക്കെട്ടുകൾക്ക് അപ്പുറമുള്ളൊരു സർവ്വലോക മനോലയം സൃഷ്ടിക്കാൻ കൂടി നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പ്രവർത്തനത്തിലൂടെ സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു.